ഇന്റർനാഷണൽ റിലേഷൻസ് തിയറി ആൻഡ് പ്രോബ്ലംസ് എന്നുള്ള പേപ്പറിലെ യൂണിറ്റ് 1 ആയിട്ടുള്ള റിയലിസ്റ്റ് ആൻഡ് നിയോ റിയലിസ്റ്റ് അപ്രോച്ചസിന്റെ പാർട്ട് 1 ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മൾ ഇൻട്രൊഡക്ഷൻ്റെ സമയത്ത് പറഞ്ഞു ആദ്യത്തെ കുറച്ച് യൂണിറ്റുകൾ നമ്മൾ ഈ പേപ്പറിൽ ഡീൽ ചെയ്യാൻ വേണ്ടി പോകുന്നത് കുറച്ച് അപ്രോച്ചസ് ആണ്. അതിലെ വൺ ഓഫ് ദി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡോമിനൻ്റ് ആയിട്ടുള്ള ഒരു തിയറിയാണ് റിയലിസം എന്ന് പറയുന്നത്. അപ്പോൾ റിയലിസവും അതിനുശേഷം റിയലിസത്തിനെ തന്നെ ബേസ് ചെയ്തുകൊണ്ട് അതിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടായിട്ട് പിന്നീട് വന്നിട്ടുള്ള ന്യൂ റിയലിസ്റ്റ് അപ്രോച്ചസിനെ കുറിച്ചിട്ട് നമ്മൾ ഈ ഒരു യൂണിറ്റ് 1 പാർട്ട് 1 ഡീൽ ചെയ്യും. അപ്പോൾ എന്താണ് റിയലിസം? റിയലിസം എന്താണ് എന്ന് നമ്മൾ പറയുന്നതിന് മുന്നേ അതിൻ്റെ ഒരു ഒറിജിൻ എവിടെ നിന്നായിരുന്നു, അത് ഓൾസോ അതിന് പറയുന്ന മറ്റ് പേരുകൾ എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് ജസ്റ്റ് അറിഞ്ഞിരിക്കാം. ഭയങ്കര ഫാക്ട് ബേസ്ഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ റിയലിസത്തെ നമ്മൾ പൊളിറ്റിക്കൽ റിയലിസം എന്നും റിയോ പൊളിറ്റിക്കൽ എന്നൊക്കെ പറയും. ഇത് ഒറിജിനേറ്റ് ചെയ്യുന്നത് ആൻഷ്യൻ വർക്ക്സ് ആയിട്ടുള്ള തൂസിഡൈറ്റ്സിന്റെ ഹിസ്റ്ററി ഓഫ് ദ പെലപ്പനേഷ്യൻ വാറിൽ നിന്നും സൺസുവിന്റെ ആർട്ട് ഓഫ് വാർ എന്ന് പറയുന്ന രണ്ട് ആൻഷ്യൻ വർക്കിൽ നിന്നാണ്. ഈ രണ്ട് പേരുകൾ ഓർത്തിരിക്കണം, ബിക്കോസ് അത് അതിന്റെ ഒറിജിനാണ്. അതുപോലെ തന്നെ നമുക്ക് പിന്നീട് എന്താണ് റിയലിസം എന്ന് പറഞ്ഞു വരുമ്പോൾ എന്തുകൊണ്ടായിരിക്കും ഈ വർക്കിൽ നിന്നും റിയലിസം ഒറിജിൻ ചെയ്ത് വന്നതെന്ന് നമുക്ക് മനസ്സിലാവും. പക്ഷേ അത് ആ കാലത്ത് ആ ഒരു രണ്ട് വർക്കിലൂടെ അത് ഒറിജിൻ ചെയ്ത് വന്നിരുന്നാലും അതിൻ്റെ ഒരു പ്രോമിനൻസ് അല്ലെങ്കിൽ ആ തിയറി കുറച്ചുകൂടെ ആളുകളിലേക്ക് എത്തുന്നതും ഇന്റർനാഷണൽ റിലേഷനിൽ വലിയ രീതിയിൽ ചർച്ചാ വിഷയമാകുന്നതും ഒക്കെ ഒരു 20ാമത്തെ സെഞ്ചുറിയിലോട് കൂടിയിട്ടാണ്. 20th സെഞ്ചുറിയിലാണ് ആ തിയറിയുടെ പ്രോമിനൻസ് നടക്കുന്നത്. കാരണം ആ സമയത്ത് അത് ആ ഒരു കാലഘട്ടത്തിന്റെ ഒരു സാഹചര്യങ്ങൾ കാരണം കൂടിയിട്ടാണ്. ആ കാലത്ത് രണ്ട് വേൾഡ് വാറുകൾ കഴിഞ്ഞു പോകുന്നുണ്ട്. വേൾഡ് വാറിന് ശേഷം ലോകത്ത് ഒരുപാട് പീസ് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുമ്പോഴും പീസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരുപാട് പരിശ്രമങ്ങൾ നടക്കുമ്പോഴും അതൊന്നും വിജയം കാണാത്ത ഒരു അവസ്ഥയിലേക്കൊക്കെ പോകുന്ന ഒരു സാഹചര്യത്തിലാണ് റിയലിസത്തിന് കുറച്ചും കൂടെ ഒരു പ്രോമിനൻസ് കിട്ടുന്നത്. സോ നമ്മൾ മുന്നേ പറഞ്ഞു റിയലിസത്തിന് മറ്റൊരു ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു തിയറി എന്നൊക്കെ നമുക്ക് പറയാൻ കഴിയുന്ന ഒരു തിയറിയാണ് ഐഡിയലിസം എന്ന് നമ്മൾ പറഞ്ഞു. കാരണം റിയലിസം പറയുന്നതിന്റെ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഐഡിയലിസം പറയുന്നത്. അപ്പോൾ ഐഡിയലിസത്തിന്റെ ഒരു പരാജയം കൂടിയാണ്, അല്ലെങ്കിൽ ഐഡിയലിസത്തിന്റെ ഒരു റെസ്പോൺസ് കൂടിയായിട്ടാണ് റിയലിസം വരുന്നത് എന്ന് നമുക്ക് പറയാം. അല്ലെങ്കിൽ റിയലിസം കുറച്ചും കൂടെ ഡോമിനേറ്റ് ആവുന്നത് ഈ ഒരു സാഹചര്യത്തിലാണെന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് റിയലിസം പറയുന്നത്? റിയലിസം ആർഗ്യൂസ് വാട്ട്. റിയലിസം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇന്റർനാഷണൽ റിലേഷൻസിന് നമ്മൾ പഠിക്കേണ്ടത് അതെന്താണ്, അത് ഇപ്പോൾ എന്താണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ്, അല്ലാതെ അത് എങ്ങനെ ആയിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ടല്ല. അത് റിയലിസം പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ആർഗ്യുമെന്റ് ആണ്. എന്താണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ എന്തൊക്കെയാണ്, അത് വെച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇന്റർനാഷണൽ റിലേഷൻസിന് പഠിക്കേണ്ടത്. അല്ലാതെ ഭാവിയിൽ അത് എങ്ങനെ ആയിരിക്കണം, അതിൻ്റെ ഒരു ഐഡിയൽ സിറ്റുവേഷൻസ് എന്തൊക്കെയാണ് എന്ന് പറഞ്ഞുകൊണ്ടല്ല നമ്മൾ എന്ത് ചെയ്യേണ്ടത്, റിയലിസം പഠിക്കേണ്ടത്. അപ്പോൾ ഇവരുടെ ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് അനാർക്കി ഇൻ ദ ഇന്റർനാഷണൽ സിസ്റ്റം. അതായത് ഇന്റർനാഷണൽ സിസ്റ്റത്തിൽ അനാർക്കി നിലനിൽക്കുന്നുണ്ട്. സോ എന്താണ് അനാർക്കി? അനാർക്കി എന്ന് പറഞ്ഞാൽ ഒരു അതോറിറ്റി ഇല്ല, ഭയങ്കര ഓർഡർലെസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ. അതായത് രാജ്യങ്ങളെ നിയന്ത്രിക്കാൻ എന്തില്ല, ഇന്റർനാഷണൽ റിലേഷൻസിൽ ഒരു അതോറിറ്റി ഇല്ല. ശരിയാണ്, രാജ്യങ്ങളെ നിയന്ത്രിക്കാൻ എന്താണ്, ഇപ്പൊ നമുക്ക് രാജ്യങ്ങൾ എടുത്തു നോക്കിയാൽ ആ രാജ്യത്തിന്റെ ഒരു സ്റ്റേറ്റ് എടുത്തു നോക്കിയാൽ ആ സ്റ്റേറ്റിന്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തുണ്ട്, നമുക്ക് പറയാം അപ്പെക്സ് കോർട്ടുകൾ ഉണ്ട്. ആ കോർട്ടുകൾ പുറപ്പെടുവിക്കുന്ന ഉത്തരവുകൾ എന്താണ്, എല്ലാവർക്കും ബൈൻഡിങ് ആണ്. അത് ഭരണാധികാരികളാണെങ്കിലും പൗരന്മാരാണെങ്കിലും അത് കേട്ടേ പറ്റൂ. പക്ഷെ അങ്ങനെ ഒരു ഗവൺമെന്റോ അല്ലെങ്കിൽ ഒരു വലിയ രീതിയിലുള്ള അതോറിറ്റിയോ എന്തിലില്ല, ആഗോളതലത്തിലില്ല. ശരിയല്ലേ? ഒരു ഗവൺമെന്റ് ഇന്റർനാഷണൽ ലെവലിൽ എന്തില്ല, ഇന്റർനാഷണൽ ഗവൺമെന്റോ അല്ലെങ്കിൽ അപ്പെക്സ് ആയിട്ടുള്ള കോർട്ടുകളോ ഒന്നും നിലനിൽക്കുന്നില്ല. ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടെങ്കിൽ പോലും അവയൊന്നും ലോകരാജ്യങ്ങൾ എന്ത് ചെയ്യുന്നില്ല, അനുസരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്കില്ല. ഇപ്പൊ നമ്മൾ കാണുന്ന ആ, പലസ്തീനിൽ നടക്കുന്ന സിറ്റുവേഷൻസ് ആയാലും അല്ലെങ്കിൽ ഉക്രൈൻ വാറൊക്കെ ആണെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷൻസ് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ രാജ്യങ്ങൾ ബൈൻഡിങ് ആയിട്ട് എടുക്കുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും, ഇല്ല എന്നുള്ള കാര്യം. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു സെൻട്രൽ ഗ്ലോബൽ അതോറിറ്റി ഇല്ലാത്തത് കൊണ്ട് തന്നെ രാജ്യങ്ങൾ എന്ത് ചെയ്യും എന്നാണ് പറയുന്നത്, ഒരു സെൽഫ് ഹെൽപ്പ് ബിഹേവിയർ അവർ ഡെവലപ്പ് ചെയ്യും. അപ്പോൾ എന്താണ് സെൽഫ് ഹെൽപ്പ് ബിഹേവിയർ? സെൽഫ് ഹെൽപ്പ് ബിഹേവിയർ എന്ന് പറയുന്നത് എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമ്മൾ നമ്മളെ തന്നെ സംരക്ഷിച്ചേ മതിയാവും. കാരണം ഒരു പ്രശ്നം വരുമ്പോൾ അതിനെ ശിക്ഷിക്കാനോ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടോ ഒരു വേൾഡ് ഗവൺമെന്റ് ഇല്ലാത്ത പക്ഷം നമുക്ക് നമ്മളെ തന്നെ എന്ത് ചെയ്യാതെ പറ്റൂ, സംരക്ഷിച്ചേ പറ്റൂ. അങ്ങനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ കാപ്പബിലിറ്റീസ് കൂട്ടിക്കൊണ്ടിരിക്കും. രാജ്യങ്ങളുടെ കാപ്പബിലിറ്റീസ് കൂട്ടിക്കൊണ്ടിരിക്കും, അവരുടെ മിലിറ്ററി സ്ട്രെങ്ത് കൂട്ടിക്കൊണ്ടിരിക്കും. എന്നാലേ ഇങ്ങനെ ഒരു അനാർക്കിയൽ ആയിട്ടുള്ള ഒരു വേൾഡ് ഓർഡറിൽ രാജ്യങ്ങൾക്ക് സർവൈവ് ചെയ്ത് പോകാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് പറയുന്നത്. രണ്ടാമത്തെ ഒരു പോയിന്റ് ആണ് പ്രൈമസി ഓഫ് നാഷണൽ ഇൻട്രസ്റ്റ് ആൻഡ് പവർ. ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ
മോറൽ വാല്യൂസ് ഒക്കെ ഉണ്ട്, ഇന്റർനാഷണൽ റൂൾസ് ഉണ്ട്, നോംസ് ഉണ്ട്, ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ രാജ്യങ്ങൾ അതിനൊന്നുമല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. രാജ്യങ്ങളുടെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് എന്താണ്? അവരുടെ നാഷണൽ ഇൻട്രസ്റ്റ്, അവരുടെ പവർ ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സ് ആർ പെരിഫറൽ എന്ന് പറയുന്നത് റിയലിസത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ആർഗ്യുമെന്റ് ആണ്. റിയലിസത്തിനെ സംബന്ധിച്ചിടത്തോളം സ്റ്റേറ്റ്സ് ആണ് പ്രധാനപ്പെട്ട ആക്ടേഴ്സ്. നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സ് എന്ന് വെച്ചാൽ സ്റ്റേറ്റ് അല്ലാത്ത ആക്ടേഴ്സ്. അവർ വെറും പെരിഫറൽ റോളാണ്. അവരെന്താണ്? സെക്കൻഡറി ആണ്. രാജ്യങ്ങളാണ് ഇന്റർനാഷണൽ സിസ്റ്റത്തിനെ രൂപീകരിക്കുന്നത്, അല്ലെങ്കിൽ ഇന്റർനാഷണൽ സിസ്റ്റം എങ്ങനെയൊക്കെ ആയിരിക്കും എന്നുള്ളത് തീരുമാനിക്കുന്നത് എന്താണ്? രാജ്യങ്ങളാണ് എന്നാണ് റിയലിസം പറയുന്നത്. റിയലിസം ശരിക്കും ബാക്കിയുള്ള ആക്ടേഴ്സിന്റെ റോളൊക്കെ അപ്പാടെ തിരസ്കരിക്കുന്നുണ്ട്. മറ്റൊരു പോയിന്റ് ആണ് കോൺഫ്ലിക്റ്റ് ഈസ് ഇൻഎവിറ്റബിൾ. കോൺഫ്ലിക്റ്റ് ഈസ് ഇൻഎവിറ്റബിൾ എന്ന് പറയുമ്പോൾ റിയലിസം പറയുന്നത് ഇന്റർനാഷണൽ റിലേഷൻസിൽ എല്ലാ സമയവും എന്തുണ്ടായിരിക്കും? കോൺഫ്ലിക്റ്റ് ഉണ്ടായിരിക്കും. ചില സമയങ്ങളിൽ ഒരു പീസ് വരുമ്പോൾ പോലും അതൊരിക്കലും എന്തല്ല, പെർമനന്റ് ആയിട്ടില്ല, അത് വെറും ടെമ്പററി ആണ്. കോൺഫ്ലിക്റ്റ് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒഴിവാക്കാൻ പറ്റാത്തതാണ് എന്നാണ് ഇന്റർനാഷണൽ റിലേഷൻസ് പറയുന്നത്. ഓക്കെ, റിയലിസം വേഴ്സസ് ഐഡിയലിസം ചെറിയൊരു കമ്പാരിസൺ ആണ്. അത് നമ്മൾ ഐഡിയലിസം അല്ലെങ്കിൽ ലിബറലിസം എന്താണെന്നുള്ളത് യൂണിറ്റ് 2 കൃത്യമായിട്ട് പഠിച്ചു പോകും. ജസ്റ്റ് നമുക്കൊരു കമ്പാരിസൺ നിങ്ങൾക്ക് ഇനി മനസ്സിലാവാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു കമ്പാരിസൺ ആയിട്ട് പറയാം. ഐഡിയലിസം പറയുന്നത് എന്താണ്? കോർപ്പറേഷനും പീസും ഇന്റർനാഷണൽ ലോവും ഒക്കെ ഉണ്ട്, അതിനൊക്കെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു തിയറിയാണ് ഐഡിയലിസം. നേരെ മറിച്ച് റിയലിസം പറയുന്നത് രാജ്യങ്ങൾക്കിടയിൽ പീസോ കോർപ്പറേഷനോ ഒന്നും അല്ല നിലനിൽക്കുന്നത്. ശരിക്കും അവിടെ നിലനിൽക്കുന്നത് കോൺഫ്ലിക്റ്റും വാറും കാര്യങ്ങളൊക്കെയാണ്. അതുകൊണ്ട് ഹ്യൂമൻ നേച്ചർ ഭയങ്കര പവർ സീക്കിംഗ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്റ്റേറ്റും ആ ഒരു ബിഹേവിയർ റിഫ്ലക്ട് ചെയ്യും എന്നാണ് റിയലിസം പറയുന്നത്. ഓക്കെ, ഇപ്പൊ റിയലിസത്തിന്റെ എമേർജ് ചെയ്ത സമയത്തുള്ള ഒരു ഫൗണ്ടേഷണൽ സ്കൂൾ ഓഫ് തോട്ട് ആണ് എന്ത്? ക്ലാസിക്കൽ റിയലിസം എന്ന് പറയുന്നത്. പിന്നീട് നമ്മളത് അതിന് മാറ്റം സംഭവിച്ചുകൊണ്ട് നിയോ റിയലിസം വരുന്നുണ്ട്. അപ്പോൾ ക്ലാസിക്കൽ റിയലിസം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഗ്ലോബൽ പൊളിറ്റിക്സ് എന്താണ്? കണ്ടിന്യൂസ് ആയിട്ടുള്ള സ്ട്രഗിൾ ഫോർ പവർ ആണ് എന്നാണ് പറയുന്നത്. ഇതിന്റെ മെയിൻ ആയിട്ടുള്ള തിങ്കേഴ്സിനെ നോട്ട് ചെയ്ത് വെക്കേണ്ടതുണ്ട്. ഒപ്പം തന്നെ ന്യൂ റിയലിസത്തിൽ എത്തുമ്പോൾ അതിന്റെ തിങ്കേഴ്സ് ആരൊക്കെയാണെന്നുള്ളത്. അപ്പോൾ ക്ലാസിക്കൽ റിയലിസത്തിന്റെ തിങ്കേഴ്സ് ആണ് പൂസിഡൈറ്റ്സ്, മാക്കവില്ലി, എച്ച് കാർ ആൻഡ് ഹാൻസ് ജെ മോർഗന്തോ. ഇവരുടെ പേര് ശ്രദ്ധിച്ചു വെക്കുക. ആരൊക്കെയാണ്? പൂസിഡൈറ്റ്സ്, മാക്കവില്ലി, എച്ച് കാർ, മോർഗന്തോ. ഇവരൊക്കെയാണ് ക്ലാസിക്കൽ റിയലിസത്തിന്റെ തിങ്കേഴ്സ് ആയിട്ട് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ റെയിൻഹോൾഡ് നെയ്ബർ, നിക്കോളസ് പൈപ്പ്മാൻ, ഇവരും പ്രധാനപ്പെട്ട തിങ്കേഴ്സ് ആണ്. ഇനി എന്തൊക്കെയാണ് ക്ലാസിക്കൽ റിയലിസം പറയുന്നത്? എന്താണ് ക്ലാസിക്കൽ റിയലിസത്തിന്റെ കോർ ഐഡിയാസ് എന്ന് പറയുന്നത്? പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പൊളിറ്റിക്സ് ഈസ് ഡ്രിവൺ ബൈ ഹ്യൂമൻ നേച്ചർ. ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഹ്യൂമൻ നേച്ചർ ആണ് പ്രശ്നം. ഹ്യൂമൻ നേച്ചർ ഇങ്ങനെ ആയതുകൊണ്ടാണ് രാജ്യങ്ങൾ തമ്മിൽ ഇങ്ങനെയുള്ള ആ, ഈ വാറ്, കോൺഫ്ലിക്റ്റ് എപ്പോഴും നിലനിന്നുകൊണ്ടിരിക്കുന്നത്. ഹ്യൂമൻ നേച്ചർ ഇങ്ങനെ ആയതുകൊണ്ടാണെന്നാണ് പറയുന്നത്. ഹ്യൂമൻ നേച്ചർ എങ്ങനെയാണ്? ഹ്യൂമൻ നേച്ചർ എന്ന് പറയുന്നത് ഭയങ്കര എപ്പോഴും സ്വന്തം പവർ കൂട്ടിക്കൊണ്ടിരിക്കണം, ഭയങ്കര കോമ്പറ്റേറ്റീവ് ആണ്, ഭയങ്കര സെൽഫ് ഇൻട്രസ്റ്റഡ് ആണ്, അങ്ങനെ ഭയങ്കര നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് റിയലിസം ഹ്യൂമൻ നേച്ചറിനെ കുറിച്ച് പറയുന്നത്. സോ ഹ്യൂമൻ നേച്ചർ ഇങ്ങനെ ആയതുകൊണ്ട് തന്നെ ഇന്റർനാഷണൽ സിസ്റ്റം എപ്പോഴും ഈ ഒരു രീതിയിലായിരിക്കും നിലനിൽക്കുക എന്നാണ് ഈ ഒരു പോയിന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ പെസിമിസ്റ്റിക് വ്യൂ ഓഫ് ചേഞ്ച്. റിയലിസത്തിന്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ, ക്ലാസിക്കൽ റിയലിസത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ, അവർക്ക് മാറ്റത്തിനെ കുറിച്ചിട്ട് ഭയങ്കര പെസിമിസ്റ്റിക് ആയിട്ടുള്ള ഒരു വ്യൂ ആണുള്ളത്. ഒട്ടും ശുഭാപ്തി വിശ്വാസവും ഇല്ല മാറ്റത്തെ കുറിച്ച്. അവർ പറയുന്നത് ഹ്യൂമൻ നേച്ചർ മാറില്ല, അത് എപ്പോഴും ഇങ്ങനെ തന്നെ നിൽക്കുള്ളൂ. അതുകൊണ്ട് തന്നെ ഗ്ലോബൽ പൊളിറ്റിക്സിൽ വലിയ മാറ്റങ്ങളൊന്നും സംഭവിക്കാൻ പോകുന്നില്ല, കോൺഫ്ലിക്റ്റ് ഒക്കെ എപ്പോഴും ഇങ്ങനെയൊക്കെ തന്നെ ഉണ്ടായിരിക്കും, പീസ് എന്ന് പറയുന്നത് വെറും ടെമ്പററി ആണെന്നാണ് പറയുന്നത്. പിന്നെ മറ്റൊരു കാര്യമാണ് സ്റ്റേറ്റ്സ് ആസ് റാഷണൽ സെൽഫ് ഇൻട്രസ്റ്റഡ് ആക്ടേഴ്സ്. ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ സ്റ്റേറ്റ്സ് ഇപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഇൻഡിവിജ്വൽസ് എന്ന നിലക്ക് അതെന്തായിരിക്കും? സ്റ്റേറ്റിനെയും റിഫ്ലക്ട് ചെയ്തുകൊണ്ടിരിക്കും. കാരണം സ്റ്റേറ്റിലുള്ളത് എന്താണ്? ഇൻഡിവിജ്വൽസ് ചേർന്നുകൊണ്ടാണ് സ്റ്റേറ്റ് ഉള്ളത്. അതിന്റെ ഒരു വലിയൊരു എപ്പക്സ് ആയിട്ടുള്ള ഒരു അതോറിറ്റിയാണ് സ്റ്റേറ്റ് ആയിട്ട് മാറുന്നത്. സ്വാഭാവികമായിട്ടും എന്തായിരിക്കും? സ്റ്റേറ്റ്സ് അങ്ങനെയൊക്കെ തന്നെയായിരിക്കും, സെൽഫ് ഇൻട്രസ്റ്റഡ് ആയിട്ട് തന്നെ ആയിരിക്കും സ്റ്റേറ്റും പ്രവർത്തിക്കാം. ഭയങ്കര റാഷണൽ ആയിട്ടായിരിക്കും ചിന്തിക്കുക, നമ്മുടെ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും സ്റ്റേറ്റ് എപ്പോഴും ചിന്തിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഡിപ്ലോമസി ആൻഡ് ബാലൻസ് ഓഫ് പവർ. അതായത് റിയലിസം പറയാണ് ഹ്യൂമൻ നേച്ചർ മാറാൻ വേണ്ടി പോകുന്നില്ല. അപ്പോൾ ഹ്യൂമൻ നേച്ചർ മാറാത്തത് കൊണ്ട് തന്നെ ഈ ഒരു കോൺഫ്ലിക്റ്റിനൊക്കെ ഒന്ന് കുറക്കാൻ വേണ്ടിയിട്ട് റിയലിസം പ്രധാനമായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്ന രണ്ട് കൺവെൻഷണൽ ആയിട്ടുള്ള പ്രിൻസിപ്പിൾസ് ആണ് ഡിപ്ലോമസിയും ബാലൻസ് ഓഫ് പവറും. ബാലൻസ് ഓഫ് പവർ എന്താന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ പറയാം.
ഓക്കെ, ഇപ്പോൾ ക്ലാസിക്കൽ റിയലിസം നമ്മൾ പറഞ്ഞു. ക്ലാസിക്കൽ റിയലിസത്തിന്റെ തിങ്കേഴ്സ് ആരാണെന്ന് നോക്കാം. അവർ പറയുന്ന മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാം. ക്ലാസിക്കൽ റിയലിസം പറയുന്നത് എന്താണ്, ഹ്യൂമൻ നേച്ചർ ഇങ്ങനെ ആയതുകൊണ്ടാണ് ഇന്റർനാഷണൽ സിസ്റ്റം ഇങ്ങനെ നിലനിൽക്കുന്നത് എന്നാണ്. ഓക്കെ, അടുത്തതാണ് നിയോ റിയലിസം. മറ്റൊരു പേരാണ് കണ്ടംപററി റിയലിസം അല്ലെങ്കിൽ സ്ട്രക്ചറൽ റിയലിസം. നിയോ റിയലിസം എന്ന് പറയുന്നത് റിയലിസത്തിൽ നിന്ന് തന്നെ എമേർജ് ചെയ്ത് വന്നിട്ടുള്ള ഒരു തിയറിയാണ്, പക്ഷെ അതിന് ചെറിയ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് വന്നൊരു തിയറിയാണ്. കണ്ടംപററി റിയലിസം എന്ന് പറയാനുള്ള കാരണം എന്താ വെച്ചാൽ പുതിയ കാലത്ത് എമേർജ് ചെയ്ത് വന്നിട്ടുള്ള ഒരു തിയറി ആയതുകൊണ്ടാണ്. സ്ട്രക്ചറൽ റിയലിസം അതെന്തുകൊണ്ടാണ് പറയുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ നിയോ റിയലിസം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഹ്യൂമൻ നേച്ചർ ഇങ്ങനെ ആയതുകൊണ്ട് മാത്രമല്ല, അതുകൊണ്ടല്ല, ഇന്റർനാഷണൽ സിസ്റ്റത്തിന്റെ സ്ട്രക്ചർ ഇങ്ങനെ ആയതുകൊണ്ടാണ് എന്താണ് ഇന്റർനാഷണൽ സിസ്റ്റം ഇങ്ങനെ നിലനിൽക്കുന്നത്, എപ്പോഴും വാറും കോൺഫ്ലിക്റ്റ് ഒക്കെ ആയിട്ട് നിലനിൽക്കുന്നത്. അപ്പൊ ശ്രദ്ധിക്കുക, ഷിഫ്റ്റിംഗ് ദ ഫോക്കസ് ഫ്രം ഹ്യൂമൻ നേച്ചർ ടു ദ സ്ട്രക്ചർ ഓഫ് ദ ഇന്റർനാഷണൽ സിസ്റ്റം. അതായത് ക്ലാസിക്കൽ റിയലിസം കുറച്ചും കൂടി ഫോക്കസ് കൊടുത്തിരിക്കുന്നത് ഹ്യൂമൻ നാച്ചുറിനായിരുന്നെങ്കിൽ നിയോ റിയലിസത്തിലേക്ക് എത്തിയപ്പോൾ അവരത് ഹ്യൂമൻ നേച്ചറിൽ നിന്ന് മാറിക്കൊണ്ട് ഇന്റർനാഷണൽ സിസ്റ്റത്തിലാണ് കുറച്ചും കൂടെ ഫോക്കസ് കൊടുത്തത്. ഇന്റർനാഷണൽ സിസ്റ്റത്തിന്റെ സ്ട്രക്ചർ ഇങ്ങനെ നിലനിൽക്കുന്നത് കൊണ്ടാണ് രാജ്യങ്ങൾ തമ്മിൽ ഇപ്പോഴും കോൺഫ്ലിക്റ്റ് നിലനിൽക്കുന്നത് എന്നാണ് നിയോ റിയലിസം പറയുന്നത്. ഓക്കെ, കെന്നത്ത് വാൾസിന്റെ വർക്കോട് കൂടിയിട്ടാണ് 1980s ഒക്കെ ആയിട്ട് നിയോ റിയലിസം എമേർജ് ചെയ്ത് വരുന്നത്. അപ്പൊ കെന്നത്ത് വാൾസിന്റെ വർക്ക് ശ്രദ്ധിക്കുക. ഇതാ പുസ്തകത്തിന്റെ ഫോട്ടോ നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റും. കവർ പേജ് തിയറി ഓഫ് ഇന്റർനാഷണൽ പൊളിറ്റിക്സ് എന്നുള്ളതാണ് കെന്നത്ത് വാൾസിന്റെ വർക്ക്. ഈ വർക്കോട് കൂടിയിട്ടാണ് നിയോ റിയലിസം എന്നുള്ളൊരു തിയറി എമേർജ് ചെയ്തിട്ട് വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിന് സ്ട്രക്ചറൽ റിയലിസം എന്നും കൂടെ നമ്മൾ പറയുന്നത്. കാരണം എന്താണ്, ഇന്റർനാഷണൽ സിസ്റ്റത്തിന്റെ സ്ട്രക്ചർ കാരണമാണ് ഇങ്ങനെ ഉള്ള കാര്യങ്ങൾ നിലനിൽക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പൊ എന്തൊക്കെയാണ് നിയോ റിയലിസത്തിന്റെ കോർ ആയിട്ടുള്ള പ്രിൻസിപ്പിൾസ്? അനാർക്കി ആസ് ദ ഡിഫൈനിങ് കണ്ടീഷൻ. അതായത് ഇന്റർനാഷണൽ സിസ്റ്റം എന്താണ്, അനാർക്കിക് ആണ്. ദർ ഇസ് നോ ഹയർ അതോറിറ്റി എബോവ് സ്റ്റേറ്റ്. സ്റ്റേറ്റിന് മേലെ മറ്റൊരു ഹയർ അതോറിറ്റി ഇല്ല. അപ്പോൾ ഇങ്ങനെ ഒരു വേൾഡ് ഗവൺമെന്റിന്റെ ലാക്ക് ഉള്ളത് കൊണ്ട് തന്നെ എന്ത് ചെയ്യും, സ്റ്റേറ്റ് സെൽഫ് ഹെൽപ്പ് മാനറിൽ പ്രവർത്തിക്കും. അതുകൊണ്ട് തന്നെ സ്റ്റേറ്റിന് എപ്പോഴും വാറിന് വേണ്ടിയിട്ട് അവർ എന്ത് ചെയ്തുകൊണ്ടിരിക്കും, പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കും. അവർ അവരുടെ മിലിറ്ററി സ്ട്രെങ്ത് കൂട്ടാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കും. അവരവരുടെ കാപ്പബിലിറ്റീസ് കൂട്ടാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കും. പിന്നെ സ്റ്റേറ്റ് ആസ് യൂണിറ്ററി റാഷണൽ ആക്ടേഴ്സ്. എല്ലാ സ്റ്റേറ്റ്സും ഏകദേശം ഒരുപോലെയൊക്കെ തന്നെയാണ് ബിഹേവ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. കാരണം അവർക്ക് അതിൻ്റെ ഒരു പ്രഷർ ഉള്ളത് കൊണ്ട് തന്നെ, ലോകം ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് തന്നെ, സിസ്റ്റം ഇങ്ങനെ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇങ്ങനെയൊക്കെ നിന്നേ പറ്റൂ എന്നുള്ളൊരു അവസ്ഥ വരുന്നത് കൊണ്ട് തന്നെ സ്റ്റേറ്റ്സ് ഏകദേശം ഒരേ രീതിയിലൊക്കെയാണ് ബിഹേവ് ചെയ്യണമെന്നാണ് നിയോ റിയലിസം പറയുന്നത്. മറ്റ് ക്യാരക്ടേഴ്സ് ഉണ്ട്. അതായത് ആ ഒരു റഷീം, അതായത് ഏത് ഐഡിയോളജിയാണ് ഒരു സ്റ്റേറ്റിൽ നിലനിൽക്കുന്നത്, ലീഡേഴ്സ് ഡിഫറെന്റ് കൈൻഡ് ഓഫ് ലീഡേഴ്സ് ഉണ്ട്, ടൈപ്പ് ഓഫ് റഷീംസ് ഡിഫറെന്റ് ആണ്. പക്ഷെ അപ്പോഴും അതൊക്കെ സെക്കൻഡറി ആണെന്നാണ് പറയുന്നത്. പിന്നെ എല്ലാ സ്റ്റേറ്റ്സിന്റെയും പ്രൈമറി ഗോൾ എന്ന് പറയുന്നത് എന്താണ്, സർവൈവ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം അപ്പുറത്തും ഇപ്പുറത്തുനിന്നും സ്ട്രെങ്ത് കൂട്ടാൻ വേണ്ടിയിട്ട് രാജ്യങ്ങൾ കോൺഫ്ലിക്റ്റിൽ ഏർപ്പെടുമ്പോൾ നമുക്ക് എന്ത് ചെയ്തേ പറ്റൂ, ഒരു രാജ്യത്തിന് സർവൈവ് ചെയ്തേ പറ്റും. അപ്പൊ അതാണ് ഏതൊരു രാജ്യത്തിന്റെയും ലക്ഷ്യം എന്നാണ് പറയുന്നത്. പിന്നെ പവർ ഈസ് റിലേറ്റീവ് നോട്ട് അബ്സല്യൂട്ട് എന്നുള്ളതാണ് റിയലിസത്തിന്റെ ഒരു പ്രധാനപ്പെട്ട, ന്യൂ റിയലിസത്തിന്റെ പ്രധാനപ്പെട്ട ആർഗ്യുമെന്റ്. ഇതെപ്പോഴും നെറ്റിനൊക്കെ ചോദ്യമായിട്ടൊക്കെ കണ്ടിട്ടുണ്ട്. അതായത് റിയലിസം പവർ ഈസ് റിലേറ്റീവ് എന്നാണ് പറയുന്നത്. നേരെ മറിച്ച് ഐഡിയലിസം പറയുന്നത് പവർ എന്താണ്, അബ്സല്യൂട്ട് എന്നാണ്. അപ്പൊ എന്താണ് പവർ ഈസ് റിലേറ്റീവ്? പവർ ഈസ് റിലേറ്റീവ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ, നമ്മൾ എത്ര ഗെയിൻ ചെയ്താലും, നമ്മൾ ഇഷ്ടംപോലെ ഒരുപാട് കാര്യങ്ങൾ ഗെയിൻ ചെയ്തു, നമുക്ക് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടായി, നമുക്ക് ഒരുപാട് പവർ ഉണ്ട്. പക്ഷെ അപ്പോഴും നമ്മൾ നമ്മൾ പവർ എത്രത്തോളമാണ്, നമ്മുടെ നേട്ടങ്ങൾ എത്രത്തോളമാണ് എന്ന് നോക്കുന്നത് അപ്പുറത്തുള്ള രാജ്യത്തിനെ കമ്പയർ ചെയ്തുകൊണ്ടായിട്ടാണ്. നമ്മൾ എത്ര നേടിയാലും അപ്പുറത്തുള്ള രാജ്യത്തിന് നമ്മളെക്കാൾ കൂടുതലുണ്ടെങ്കിൽ നമ്മൾ നമ്മളെ എന്തായിട്ടേ കാണുള്ളൂ, നമ്മൾ പവർ കുറവായിട്ടുള്ള രാജ്യമായിട്ടേ കാണുന്നുള്ളൂ എന്നാണ് റിയലിസം പറയുന്നത്. അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ അവിടെ ഒരു സെക്യൂരിറ്റി ഡിലമ സംഭവിക്കാൻ വേണ്ടി കാരണം ആവുന്നുണ്ട്. കാരണം ഇപ്പോൾ ഞാനൊരു രാജ്യമാണെന്ന് വിചാരിക്കാം. ഞാനെന്ന രാജ്യത്തിന് ആ, നല്ല പവർ ഉണ്ട്. പക്ഷെ അപ്പുറത്തുള്ള ഒരു വ്യക്തിക്ക് പവർ കൂടുന്നത് ഞാൻ കാണുമ്പോൾ എനിക്ക് എന്ത് സംഭവിക്കുകയാണ്, ഒരു സെക്യൂരിറ്റി ഡിലമ സംഭവിക്കുകയാണ്. അയ്യോ, അവനതാ കൂടുന്നു, അല്ലെങ്കിൽ അവൾക്കതാ പവർ കൂടുന്നു എന്നുള്ള ഒരു തോട്ടിൽ നിന്ന് നമുക്കൊരു പേടി സംഭവിക്കുകയാണ്. അതാണ് സെക്യൂരിറ്റി ഡിലമ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ നമ്മൾ പറഞ്ഞു, നിയോ റിയലിസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തിങ്കറാണ് കെന്നത്ത് വാൾസ്. കെന്നത്ത് വാൾസ് സ്ട്രക്ചറൽ റിയലിസത്തിനെ കുറിച്ചിട്ട് പ്രത്യേകമായിട്ട് പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് നോക്കാം. അദ്ദേഹം 3 എലമെന്റ് ആണ് ഇന്റർനാഷണൽ സിസ്റ്റത്തിന് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് വരുന്നത്. ഒന്ന് ഓർഡറിംഗ് പ്രിൻസിപ്പിൾ, അതായത് അനാർക്കിയാണ് ഇന്റർനാഷണൽ സിസ്റ്റത്തിൽ നിലനിൽക്കുന്നത്. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്, ഒരു സെൻട്രൽ അതോറിറ്റി ഇല്ല. പിന്നെ ഫങ്ഷണാലിറ്റി ഓഫ് യൂണിറ്റ്സ്, അതായത് സ്റ്റേറ്റ്സ് ഏകദേശം എല്ലാ സ്റ്റേറ്റ്സും ചെയ്യുന്നത് ഒരേ കാര്യങ്ങളാണ്. അതായത് എല്ലാവരും എന്താണ് സർവൈവലിന് വേണ്ടിയിട്ടാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്.
പിന്നെ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് കാപ്പബിലിറ്റീസ്, അതായത് പവർ എല്ലാവർക്കും ഒരുപോലെ അല്ല നിലനിൽക്കുന്നത്. അപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പവർ റിയലിസത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയൊരു ഫാക്ടറാണ്. അവിടെ വാർ ഏത് രീതിയിൽ നടക്കും എന്നുള്ളതിനെ കുറിച്ച്, അതായത് എപ്പോഴും വാർ കോൺഫ്ലിക്റ്റ് ഒക്കെ നടക്കുന്നതിന് ഒരു പ്രധാനപ്പെട്ട കാരണമാണ് പവർ എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കിടക്കുന്നത് എന്നുള്ളത്. നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ബൈപോളാരിറ്റി ഉണ്ട്, മൾട്ടിപോളാരിറ്റി ഉണ്ട്, യൂണിപോളാർ ആയിട്ടുള്ള വേൾഡുകളുണ്ട്. ഇതിനൊക്കെ ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ എങ്ങനെയാണ് പവർ എങ്ങനെയാണ് എന്ത് ചെയ്ത് കിടക്കുന്നത്, ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കിടക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ബൈപോളാരിറ്റി ആയിട്ടുള്ള ഒരു വേൾഡാണ് കുറച്ചുകൂടി സ്റ്റേബിൾ എന്നാണ് കെന്നത്ത് വാൾസ് പറയുന്നത്. ബൈപോളാർ വേൾഡ് എന്ന് വെച്ചാൽ കോൾഡ് വാർ സമയത്തുണ്ടായ ഒരു വേൾഡ് ഓർഡർ, അതായത് രണ്ട് പ്രധാനപ്പെട്ട ശക്തികളിലാണ് പവർ എന്ത് ചെയ്ത് കിടക്കുന്നത്, ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കിടക്കുന്നത്. കോൾഡ് വാർ ടൈമിൽ അത് USSRന്റെയും US-ന്റെ കയ്യിലായിരുന്നു. അപ്പോൾ ആ സമയത്ത് കുറച്ചും കൂടെ സ്റ്റേബിൾ ആയിരുന്നു എന്നാണ് പറയുന്നത്. അതായത് വാർ കോൺഫ്ലിക്ട്സ് ഒക്കെ കുറച്ചും കൂടെ കുറവായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ പവർ എങ്ങനെ കിടക്കുന്നു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് എന്നുള്ളതാണ്. പവർ എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കിടക്കുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണെന്നാണ് കെന്നത്ത് വാൾസ് പറയുന്നത്. അതുപോലെ ബൈപോളാരിറ്റി സ്റ്റേബിൾ ആണെന്ന് പറയുമ്പോൾ തന്നെ മൾട്ടി പോളാരിറ്റി എന്താണ് ഭയങ്കര അൺസർട്ടൈൻ ആണ്, ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള കാരണമാണെന്നും കെന്നത്ത് വാൾസ് പറയുന്നുണ്ട്. അതിന് ഈ നിയോ റിയലിസത്തിന്റെ തന്നെ ഒരുപാട് വാരിയൻസ് വന്നിട്ടുണ്ട്. അതിൽ ചെറിയ മാറ്റങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് അതിനെ എക്സ്പാൻഡ് ചെയ്തുകൊണ്ടൊക്കെ പിന്നീട് മറ്റ് തിങ്കേഴ്സ് വന്നിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരാളാണ് ജോസഫ് ഗ്രീഷോ എന്ന് പറയുന്നത്. ജോസഫ് ഗ്രീഷും മറ്റു കുറച്ച് മോഡേൺ നിയോ റിയലിസ്റ്റുകളെ കുറിച്ചിട്ടാണ് ഇതിൽ നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. ഇതിൽ ജോസഫ് ഗ്രീഷോ ഇത് എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട് വാൾസിന്റെ ഐഡിയാസ്. അദ്ദേഹം അതിൽ കുറച്ചും കൂടെ ക്ലാസിക്കൽ റിയലിസ്റ്റിക് എലമെന്റ് ഒക്കെ ആഡ് ചെയ്തുകൊണ്ട്, മോർഗന്റെ പവർ പൊളിറ്റിക്സ് ഒക്കെ ആഡ് ചെയ്തുകൊണ്ട് ഈ ഒരു നിയോ റിയലിസത്തിന് കുറച്ചും കൂടെ എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്. അദ്ദേഹം നിയോ ലിബറൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ ചാലഞ്ച് ചെയ്യുന്നുണ്ട്. അതായത് നിയോ ലിബറൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പറയുന്നത് ഇൻസ്റ്റിറ്റ്യൂഷൻസിന് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, കോർപ്പറേഷൻ ഉറപ്പാക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. പക്ഷെ അദ്ദേഹം അതിനെ ചാലഞ്ച് ചെയ്ത് നിലവിൽ വരുന്നുണ്ട്. പിന്നെ പറയുന്ന ഒരു കാര്യമാണ്, സ്റ്റേറ്റിന് അബ്സല്യൂട്ട് പവർ മാത്രമല്ല വേണ്ടത്, റിലേറ്റീവ് ഗെയിൻസും വേണം, അല്ലെങ്കിൽ റിലേറ്റീവ് ഗെയിൻസ് മാത്രമല്ല വേണ്ടത്, അബ്സല്യൂട്ട് ഗെയിൻസും വേണം എന്നാണ് പറയുന്നത്. സ്റ്റേറ്റ്സ് വാണ്ട് ബോത്ത് അബ്സല്യൂട്ട് ആൻഡ് റിലേറ്റീവ് ഗെയിൻസ്. ദേ വെറി അബൌട്ട് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ബെനിഫിറ്റ്സ് ആൻഡ് ഫിയർ ബീയിങ് ഔട്ട്പേസ്ഡ് ബൈ റിവൽസ്. മറ്റുള്ളവർ എന്താണ് നമ്മളെ മറികടക്കൂ എന്നുള്ളൊരു പേടി രാജ്യങ്ങൾക്കുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് രാജ്യങ്ങൾ തമ്മിൽ കോർപ്പറേഷൻ ഇല്ലാത്തത് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറയുന്ന രണ്ട് കാര്യങ്ങൾ എന്തൊക്കെയാന്ന് വെച്ചാൽ, ഫിയർ ദാറ്റ് അതേഴ്സ് മൈറ്റ് ചീറ്റ് ഓർ ഡിഫക്റ്റ്, അതായത് ബാക്കിയുള്ളവർ നമ്മളെ ചതിക്കോ എന്നുള്ളൊരു പേടി. ഈ ഒരു പേടി രാജ്യങ്ങൾ തമ്മിൽ കോർപ്പറേഷൻ ഇല്ലാതെയാവാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാരണമാണ്. മറ്റൊന്ന് പറയുന്നത് കൺസേൺ ഓവർ റിലേറ്റീവ് അഡ്വാൻറ്റേജ്, അതായത് രണ്ട് രാജ്യങ്ങൾക്കും ഗെയിൻ സംഭവിച്ചു, പക്ഷെ അപ്പോഴും മറ്റുള്ളവർക്ക് എന്തൊക്കെ കുറച്ചും കൂടെ ഗെയിൻ സംഭവിച്ചിട്ടുണ്ടോ, അങ്ങനെ സംഭവിക്കുമ്പോഴുള്ള ഒരു പേടി. ഈ രണ്ട് കാരണങ്ങളാണ് രാജ്യങ്ങൾ തമ്മിൽ കോർപ്പറേഷൻ ഇല്ലാതിരിക്കാനുള്ള കാരണങ്ങൾ എന്നാണ് ജോസഫ് ഗ്രീഷോ പറയുന്നത്. അങ്ങനെ സെക്യൂരിറ്റി ഓറിയന്റഡ് നിയോ റിയലിസം, ഇതിൽ രണ്ട് ബ്രാഞ്ചസ് ആണുള്ളത്, ഒഫൻസീവ് നിയോ റിയലിസവും ഡിഫൻസീവ് നിയോ റിയലിസവും. ഒഫൻസീവ് നിയോ റിയലിസത്തിന്റെ തിങ്കറാണ് ജോൺ മെർഷിമർ. ആരാണ് ഇതിന്റെ തിങ്കർ എന്നൊക്കെ നോട്ട് ചെയ്ത് വെക്കുക. ഒഫൻസീവ് റിയലിസം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ രാജ്യങ്ങൾ എപ്പോഴും ഇങ്ങനെ പവർ മാക്സിമൈസ് ചെയ്തുകൊണ്ടിരിക്കും. അതെന്തിനാന്ന് വെച്ചാൽ അവർക്ക് എന്തായിരിക്കണം, അവർക്ക് ഗ്ലോബൽ ഹെജിമൺ ആയിരിക്കണം, അവർക്ക് ലോകത്തെ മൊത്തം നിയന്ത്രിക്കുന്ന ഒരു ലീഡറായിട്ട് നിലനിൽക്കാൻ ആഗ്രഹമുള്ളത് കൊണ്ട് രാജ്യങ്ങൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കും, രാജ്യങ്ങൾ പവർ മാക്സിമൈസ് ചെയ്തുകൊണ്ടിരിക്കും. മറ്റൊരു കാര്യം പറയുന്നത് എന്താ വെച്ചാൽ ഒരു പേടിയാണ്, ഒരു അസ്യൂം ചെയ്യാണ് ബാക്കിയുള്ള സ്റ്റേറ്റുകൾ എന്ത് ചെയ്യും, ഡോമിനേറ്റ് ചെയ്യും എന്നുള്ളൊരു പേടി. അസ്യൂം അതർ സ്റ്റേറ്റ് വിൽ ഇനവിറ്റബിളി ട്രൈ ടു ഡോമിനേറ്റ് ഇഫ് ഗിവൺ ദ ചാൻസ്. നമ്മളൊരു ചാൻസ് കൊടുക്കുകയാണെങ്കിൽ ബാക്കിയുള്ള സ്റ്റേറ്റ് നമ്മൾ ഡോമിനേറ്റ് ചെയ്യാൻ വേണ്ടി വരൂ എന്ന് അവർ കരുതുന്നുണ്ട്. പിന്നെ കോൺഫ്ലിക്റ്റ് ഒഴിവാക്കാൻ കഴിയാത്തതാണ്, കോമ്പറ്റീഷനൊക്കെ ഒഴിവാക്കാൻ കഴിയാത്തതാണെന്നാണ് ഒഫൻസീവ് നിയോ റിയലിസം പറയുന്നത്. മറിച്ച് ഡിഫൻസീവ് നിയോ റിയലിസം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, സ്റ്റേറ്റ് അങ്ങനെ പവർ എക്സ്പാൻഡ് ചെയ്യാൻ അല്ല ശ്രമിക്കുന്നത്. സ്റ്റേറ്റ് ശ്രമിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു സർവൈവലിന് വേണ്ടിയിട്ട്, നമ്മുടെ ഒരു പ്രതിരോധത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് സ്റ്റേറ്റ് എന്ത് ചെയ്യുന്നത്, പവർ സീക്ക് ചെയ്യുന്നത്. അതായത് മറ്റു രാജ്യം നമ്മളെ ആക്രമിക്കാൻ വരുമ്പോൾ അതിനെ ഡിഫെൻസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് എന്ത് ചെയ്യുന്നത്, സ്റ്റേറ്റ് പവർ സീക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ് നിയോ റിയലിസം പറയുന്നത്, ഡിഫൻസീവ് നിയോ റിയലിസം പറയുന്നത്. അതിൽ പ്രധാനപ്പെട്ട തിങ്കേഴ്സാണ് കെന്നത്ത് വാൾസ് പോലുള്ള ആളുകൾ. ഓവർ അഗ്രഷൻ ക്യാൻ പ്രൊവോക്ക് ബാലൻസിങ് കോalition ആൻഡ് കൗണ്ടർ പ്രൊഡക്റ്റീവ്, അതായത് അപ്പുറത്തുള്ള മറ്റു രാജ്യങ്ങൾ നമ്മളെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വരുമ്പോഴാണ് അവിടെ എന്ത് സംഭവിക്കുന്നത്, ബാലൻസിങ് ഒക്കെ ഇല്ലാതായി പോകുന്നത് എന്നാണ് പറയുന്നത്. ഇവരെ സംബന്ധിച്ചിടത്തോളം കോപ്പറേഷൻ ഒക്കെ പോസിബിൾ ആണ്, പക്ഷെ ലിമിറ്റഡ് ആണ്.
എപ്പോൾ മാത്രം പോസിബിൾ ആവുള്ളൂ? നമ്മുടെ ചുറ്റുമുള്ള രാജ്യങ്ങൾ കുറച്ചും കൂടെ ട്രസ്റ്റഡ് ആയിട്ടുള്ള സ്റ്റേറ്റുകളാകുമ്പോൾ സ്വാഭാവികമായിട്ടും കോർപ്പറേഷൻ പോസിബിൾ ആണ്. കാരണം അവർ കുറച്ചും കൂടെ ട്രസ്റ്റഡ് ആണെങ്കിൽ രാജ്യങ്ങൾ എന്ത് ചെയ്യാൻ വേണ്ടി നിൽക്കില്ല, പവർ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി നിൽക്കില്ല. കാരണം അവിടെ ഒരു പ്രതിരോധത്തിന്റെ ആവശ്യം വരുന്നില്ലല്ലോ. ഇനി നിയോ റിയലിസത്തിന്റെ ക്രിറ്റിസിസം ആണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ഓവർ സിംപ്ലിഫൈസ് സ്റ്റേറ്റ് ബിഹേവിയർ. അതായത് ഇവര് എല്ലാ സ്റ്റേറ്റും ഇങ്ങനെയൊക്കെയാണ് നിങ്ങളുടെ ഒറ്റയടിക്ക് പറഞ്ഞു കളയാണ് ചെയ്യുന്നത്. അവിടുത്തെ ഓരോ രാജ്യങ്ങളുടെയും ഐഡിയോളജി, ഓരോ രാജ്യങ്ങൾ ഫോളോ ചെയ്യുന്ന ഐഡിയോളജി ഡിഫറെൻ്റ് ആണോന്നോ, അല്ലെങ്കിൽ അവിടുത്തെ ലീഡർഷിപ്പ് ഡിഫറെൻ്റ് ആണ്, ആ ഡിഫറൻസിന് അനുസരിച്ചിട്ട് എന്ത് ചെയ്യില്ല, സ്റ്റേറ്റിന്റെ ബിഹേവിയർ മാറും എന്നുള്ളൊരു കാര്യം ഇവർ പറയുന്നില്ല. ശരിക്കും ഒരു രാജ്യത്തിന്റെ ഐഡിയോളജിയും അവിടുത്തെ ലീഡർഷിപ്പും മാറുന്നതിനനുസരിച്ചിട്ട് സ്വാഭാവികമായിട്ടും ആ സ്റ്റേറ്റ് ഫോളോ ചെയ്യുന്ന പോളിസികളിൽ വളരെ മാറ്റം വരുന്നുണ്ട്. ഒരു മിലിറ്ററി ഭരിക്കുന്ന ഒരു സ്റ്റേറ്റും മറിച്ചൊരു ഡെമോക്രാറ്റിക് ആയിട്ടുള്ള സ്റ്റേറ്റും തമ്മിൽ വലിയ വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ ഇതിനെ കുറിച്ചിട്ടൊന്നും എന്ത് പറയുന്നില്ല, റിയലിസം പറയുന്നില്ല. പിന്നെ നെഗ്ലക്ട്സ് നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ്. റിയലിസത്തിനെ സംബന്ധിച്ചിടത്തോളം സ്റ്റേറ്റ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ആക്ടർ, ബാക്കിയുള്ളവരൊക്കെ സെക്കൻഡറി ആണ്. പക്ഷെ ഇന്നത്തെ ഒരു വേൾഡ് സിസ്റ്റത്തിൽ നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സിന് വളരെയധികം പ്രാധാന്യം ഉണ്ട് എന്നുള്ള കാര്യം റിയലിസം എന്ത് ചെയ്യുന്നില്ല, മനസ്സിലാക്കുന്നില്ല, അല്ലെങ്കിൽ അവരതിനെ അണ്ടർസ്റ്റിമേറ്റ് ചെയ്യാണ്. മറ്റൊരു കാര്യം, സ്റ്റാറ്റിക് വ്യൂ ഓഫ് ഇന്റർനാഷണൽ സിസ്റ്റം. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇതിങ്ങനെ തന്നെ നിൽക്കും എന്നാണ് പറയുന്നത്. അതായത് മാറ്റം സംഭവിക്കില്ല. ഇന്റർനാഷണൽ സിസ്റ്റം എപ്പോഴും ഇങ്ങനെ കോൺഫ്ലിക്റ്റ് ആയിട്ടും വാറായിട്ടും പരസ്പരം തമ്മിൽ തല്ലിയിട്ടൊക്കെ നിലനിൽക്കും. ഇതിനൊരു മാറ്റം ഉണ്ടാവും എന്നവർ പറയുന്നില്ല. പിന്നെ അണ്ടർ എസ്റ്റിമേറ്റ്സ് കോപ്പറേഷൻ. അതായത് നമുക്കറിയാം, നമ്മളിപ്പോൾ ലോകം മൊത്തം നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഒരുപാട് ഓർഗനൈസേഷൻസ് നിലവിൽ വരുന്നുണ്ട്. എന്താ, പല പല ലക്ഷ്യങ്ങളോട് കൂടിയിട്ട്. അത് നമുക്കറിയാം, ക്ലൈമറ്റ് ട്രീറ്റീസ് ആയിട്ട് EU പോലുള്ള ഓർഗനൈസേഷൻസ്, യൂറോപ്യൻ യൂണിയൻ പോലുള്ള ഓർഗനൈസേഷൻ ഫ്രീ ട്രേഡിന് വേണ്ടിയിട്ടും. സോ അവിടെയൊക്കെ ഒരു കോർപ്പറേഷൻ നടക്കുന്നുണ്ട്. ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും കോർപ്പറേഷൻ നടക്കുന്നുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റും. കാരണം ഒരുപാട് ഒരുപാട് രാജ്യത്ത് വാറുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇതുപോലുള്ള ഓർഗനൈസേഷൻസ് തടയാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. കുറേയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, കുറേയൊക്കെ വിജയിക്കുന്നുണ്ട്, കുറേയൊക്കെ പരാജയപ്പെടുന്നുണ്ട്. സോ ഒരു കോർപ്പറേഷനും ഒരു ഭാഗത്ത് നടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. പക്ഷെ ഇതിനെ കുറിച്ചിട്ടൊന്നും റിയലിസം ഒട്ടും പറയുന്നില്ല എന്നുള്ളതാണ് ഒരു ക്രിറ്റിസിസം ആയിട്ട് പറയുന്നത്. പക്ഷെ ഇത്തരത്തിലുള്ള ക്രിറ്റിസിസങ്ങളൊക്കെ നിലനിൽക്കുമ്പോൾ പോലും നിയോ റിയലിസം ഭയങ്കര ഇൻഫ്ലുവൻഷ്യൽ ആയിട്ട് നിലനിൽക്കുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ഇത്രയും കാര്യങ്ങൾ പറയുമ്പോൾ പോലും നമുക്ക് തോന്നാം കുറേയൊക്കെ ശരിയാണല്ലോ, അല്ലെ? കാരണം എന്താണ്, മൊത്തത്തിലൊരു അനാർക്കിയൽ സിസ്റ്റം നിലനിൽക്കുന്നുണ്ട്, രാജ്യങ്ങൾ തമ്മിൽ എന്തുണ്ട്, വാറുണ്ട്, കോൺഫ്ലിക്ട്സ് ഉണ്ട്, അതും റിയൽ എക്സാമ്പിൾസ് ആയിട്ട് നമ്മുടെ മുന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ ന്യൂ റിയലിസം ഭയങ്കര ഹൈലി ഇൻഫ്ലുവൻഷ്യൽ ആയിട്ട് നിലനിൽക്കുന്നുണ്ട് എന്ന് നമുക്ക് പറയാം. കാരണം ഇത് എന്തുകൊണ്ടൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഇതൊരു റിഗറസ് സിസ്റ്റം ലെവൽ എക്സ്പ്ലനേഷൻ ഓഫ് ഇന്റർനാഷണൽ പൊളിറ്റിക്സ്. ഇന്റർനാഷണൽ പൊളിറ്റിക്സിനെ കുറിച്ചിട്ട് വളരെ ഭയങ്കര കൃത്യതയോട് കൂടിയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ നമുക്ക് മുന്നിൽ ന്യൂ റിയലിസം വെച്ച് തരുന്നുണ്ട്. മറ്റൊരു കാര്യം, പാറ്റേൺസ് ഓഫ് വാറിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. എങ്ങനെയൊക്കെയാണ് രാജ്യങ്ങൾ അലയൻസസ് ഫോം ചെയ്യുന്നത്, ബാലൻസ് ഓഫ് പവർ, ഇതിനെ കുറിച്ചിട്ടൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ന്യൂ റിയലിസം പറഞ്ഞു തരുന്നുണ്ട്. അതുപോലെ തന്നെ ഗ്ലോബൽ റൈവൽറീസ്, എന്തുകൊണ്ട് രാജ്യങ്ങൾ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, കോൾഡ് വാർ സംഭവിച്ച കാലഘട്ടമാണെങ്കിലും US ചൈന ടെൻഷൻസ് ഒക്കെ നിലനിൽക്കുമ്പോഴും ഇതിൻ്റെയൊക്കെ കാരണങ്ങൾ എന്തൊക്കെയാണ്, എന്തുകൊണ്ട് ഇതൊക്കെ സംഭവിക്കുന്നു എന്നുള്ള രീതിയിലൊക്കെ ഒരു അണ്ടർസ്റ്റാൻഡിങ് തരാൻ വേണ്ടിയിട്ട് ന്യൂ റിയലിസത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടൊക്കെ തന്നെ ഒരുപാട് ക്രിറ്റിസിസം നിലനിൽക്കുമ്പോഴും ന്യൂ റിയലിസം ഭയങ്കര ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരു തിയറി ആയിട്ട്, ഭയങ്കര ഡോമിനൻ്റ് ആയിട്ടുള്ള ഒരു തിയറി ആയിട്ട് ഇന്റർനാഷണൽ റിലേഷൻസിൽ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇതാണ് യൂണിറ്റ് 1ന്റെ പാർട്ട് 1. ഇനി പാർട്ട് 2 നമുക്ക് അടുത്ത ക്ലാസ്സിലായിട്ട് എടുക്കാം. താങ്ക് യു.